Hi, in this lecture we are going to discuss about square wave generator using operational amplifier. Okay, ഇതാണ് നമ്മളുടെ ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്. ഓക്കെ, നൗ സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അത് തന്നെ നോൺ സിനുസോയിഡൽ വേവ് ഫോം ആണ്. സോ നോൺ സിനുസോയിഡൽ വേവ് ഫോം ജനറേറ്ററിനെ വി ക്യാൻ അതർവൈസ് കോൾഡ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. നമുക്ക് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്നും നോൺ സിനുസോയിഡൽ സിഗ്നൽ ജനറേറ്റേഴ്സിന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ സ്ക്വയർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട് ആണ്. ഓക്കെ, ഇനി ഈ ഒരു സ്ക്വയർ വേവ് ജനറേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്യൂട്ടിലുള്ള ഈ ഒരു സി എന്ന് പറയുന്ന കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിന്റെയും ഡിസ്ചാർജ് ചെയ്യുന്നതിനും അനുസരിച്ചാണ്. ഓക്കെ, സോ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് RF റെസിസ്റ്ററിലൂടെയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് RF റെസിസ്റ്ററിലൂടെ ഈ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നതും അതേപോലെ അത് ഡിസ്ചാർജ് ചെയ്യുന്നതും. ഓക്കെ, നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഔട്ട്പുട്ട് വോൾട്ടേജ്, എ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഫെഡ് ബാക്ക് ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, അതായത് പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ ഫെഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, R2 R3 യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഈ ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷനെ നമ്മൾ പറയുന്നത് ബീറ്റ എന്നാണ്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആണ്. ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയും, ബീറ്റ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ഈ ഒരു വോൾട്ടേജ് അക്രോസ് R3, അതാണ് നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് വോൾട്ടേജ് വി ക്യാൻ റൈറ്റ് VF is equal to beta V0. Okay, now beta is what? R3 by R2 plus R3. So finally we can write VF is equal to R3 by R2 plus R3 into V0. Okay, now V0 is our output voltage. ഇനി ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ക്വിക്ലി സ്വിച്ച് ചെയ്യും. നമ്മളിവിടെ സ്ക്വയർ വേവ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ വേവിന് രണ്ട് സ്റ്റേറ്റുകളാണുള്ളത്. ഒന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റും, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, രണ്ട് സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ വളരെ ക്വിക്കായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഇനി അത് കൂടാതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഷണ്ടഡ് ടു ദ ഗ്രൗണ്ട് യൂസിങ് 2 സെനർ ഡയോഡ്. രണ്ട് സെനർ ഡയോഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഗ്രൗണ്ടിലേക്ക് ഷണ്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സെനർ ഡയോഡുകളും കണക്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് ടു ബാക്ക് കോൺഫിഗറേഷനിലാണ്. ഓക്കെ, ബാക്ക് ടു ബാക്ക് കോൺഫിഗറേഷനിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമ്മളുടെ സെനർ ഡയോഡിന് അക്രോസ് ഉള്ള ഏതെങ്കിലും ഒരു സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി എയ്തർ minus VZ1 or plus VZ2. So minus VZ1 or plus VZ2 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സെനർ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഓക്കെ, ഇനി ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ പറഞ്ഞു RF RC എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഇവിടെ ഒരു RC ഇന്റഗ്രേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആവും. ഓക്കെ, സോ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VC ആണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റേണൽ വോൾട്ടേജിന് പകരം നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ VC ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ക്യാൻ റൈറ്റ് Vin. ഓക്കെ, Vin എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ Vin എന്ന് പറയുന്നത് വി ക്യാൻ സിംപ്ലി റൈറ്റ് VC മൈനസ് VF. VC മൈനസ് VF. ഇവിടെ VF എന്ന് പറയുന്നത് ബീറ്റ V0 ആണ്. സോ വി ക്യാൻ റൈറ്റ് VC മൈനസ് ബീറ്റ V0. ഓക്കെ, ഇനി ഇവിടെ നമ്മളുടെ Vin പോസിറ്റീവ് ആണെങ്കിൽ, if Vin is പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് ഇതിനർത്ഥം? Vin പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCയുടെ വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ വരുന്നത്.
സോ നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് മൈനസ് വി സാറ്റുറേഷൻ ആണ്. ഓക്കെ, മൈനസ് വി സാറ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ട് ഷണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് വി സാറ്റ് ആണ്. ഓക്കെ, മൈനസ് വി സാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു Z1 ഡയോഡ് റിവേഴ്സ് ബയസിലായിരിക്കും. സോ മൈനസ് ഈസ് കണക്റ്റഡ് വിത്ത് പി റീജിയൻ, സോ റിവേഴ്സ് ബയസിലായിരിക്കും. ഈ ഡയോഡ് ഫോർവേഡ് ബയസിലായിരിക്കും. ഓക്കെ, സോ റിവേഴ്സ് ബയസിലായിട്ടുള്ള സെനർ ഡയോഡിന്റെ അക്രോസ് വരുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് VZ1 ആണ്, മൈനസ് VZ1. സോ ഇവിടെ വി ഇൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന മൈനസ് VZ1 ആയിരിക്കും. അവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു മൈനസ് VZ1. ഓക്കെ, നൗ ഇഫ് അവർ വി ഇൻ ഈസ് നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ആണ് എന്നുള്ളതിന് അർത്ഥം എന്താണ്? VF കൂടുതലാണ്. VF കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ കൂടുതൽ. സോ വി വിൽ ഗെറ്റ് പോസിറ്റീവ് VSAT. പോസിറ്റീവ് VSAT ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷണ്ട് ചെയ്തിട്ടുണ്ട് യൂസിങ് 2 സെനർ ഡയോഡ്സ്. അപ്പോൾ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. നമുക്ക് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ Z1 ഡയോഡ് ഫോർവേഡ് ബയസ് ആവും, അതായത് കണ്ടക്ട് ചെയ്യും. Z2 ഡയോഡ് റിവേഴ്സ് ബയസിലായിരിക്കും, ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യും. സോ Z2 ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ മാക്സിമം കിട്ടുന്ന വോൾട്ടേജ്. സോ അവർ V0 വിൽ ബി ഈക്വൽ ടു പ്ലസ് VZ2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു ടൈം പീരീഡ് കൺസിഡർ ചെയ്യാം. ആ ടൈം പീരീഡിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ഇഫ് at a particular time we can write our input voltage is less than 0. Input voltage is less than 0 ആണെന്ന് വിചാരിക്കുക. ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ദാൻ 0 ആണ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണ്. വിച്ച് മീൻസ് അവർ ദിസ് ക്വാണ്ടിറ്റി ഈസ്, ഈ ക്വാണ്ടിറ്റിയാണ് കൂടുതൽ അല്ലെ. ഈ ക്വാണ്ടിറ്റി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് VSAT ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്, അതായത് പോസിറ്റീവ് ടെർമിനലിലുള്ള വാല്യൂ കൂടുതൽ. സോ പോസിറ്റീവ് VSAT ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. പോസിറ്റീവ് VSAT നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് VZ2 ആണ്. സോ വി ഇൻ ലെസ് ദാൻ 0 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് VZ2 ആണ്. നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. വി ഇൻ ലെസ് ദാൻ 0 ദാറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് VZ2 ആണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗ്രാഫ് നോക്കുക. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് VZ2 ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന സമയത്ത്, ഓക്കെ, സോ VZ2 നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാണ്. സോ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് ബീറ്റ V0 ആണ്. സോ വിൽ ഗെറ്റ് ബീറ്റ VZ2 ആണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് കിട്ടുക. ഓക്കെ, സോ ഫീഡ്ബാക്ക് വോൾട്ടേജ് അതാണ് കിട്ടുക. നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഈ ഒരു VZ2 വാല്യൂയിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കപ്പാസിറ്റർ C എന്ന് പറയുന്നത് VZ വാല്യൂയിലേക്ക്, VZ2 എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് ലെവലിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ചാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ ബീറ്റ VZ2 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എത്രയായി മാറി? ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് VZ2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? ബീറ്റ VZ2 ആണ്. ഓക്കെ, സോ നമ്മുടെ കപ്പാസിറ്റർ VZ2ലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ബട്ട് ചാർജ് ചെയ്തിട്ട് ബീറ്റ VZ2 എന്ന് പറയുന്ന വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, പ്ലസ് ബീറ്റ VZ2 എന്ന് പറയുന്ന വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ഗ്രാഫ് നോക്കുക. ചാർജ് ചെയ്യാൻ തുടങ്ങും പ്ലസ് ബീറ്റ VZ2, അതാണ് ഈ വാല്യൂ. ബീറ്റ V0 എന്ന് പറയുന്നതാണ് പ്ലസ് ബീറ്റ VZ2 എന്ന് പറയുന്ന വാല്യൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ നമ്മളുടെ ഈ ഒരു ടെർമിനലിലുള്ള വോൾട്ടേജ് ആണ് കൂടുന്നത്. ഓക്കെ, ഈ ടെർമിനലിലുള്ള വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായി? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ആയി. എന്തിലേക്ക് സ്വിച്ച് ആയി? മൈനസ് VZ1ലേക്ക് സ്വിച്ച് ആയി. ഓക്കെ, മൈനസ് VSAT ആണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ നമ്മൾ ഷണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് മൈനസ് VZ1 ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമ്മളുടെ ബീറ്റ എന്ന് പറയുന്നത് എന്തായി? നമ്മളുടെ ബീറ്റ V0 എന്ന് പറയുന്നത് മൈനസ് ബീറ്റ VZ1 ആയി. ഇപ്പൊ മാറി, സ്വിച്ച് ചെയ്തു. സോ നമ്മളുടെ ഈ വാല്യൂ മൈനസ് ബീറ്റ VZ1 ആയി. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതായി. ഇപ്പൊ കപ്പാസിറ്ററിന്റെ വാല്യൂ ഇതാണ്. അപ്പൊ കപ്പാസിറ്റർ എന്ത് ചെയ്യും? നെഗറ്റീവ് ഡയറക്ഷനിൽ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും.
മൈനസ് VZ1 ചാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ചാർജ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് മൈനസ് ബീറ്റ VZ1 ആവും. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ VZ1 ആണ്. ചാർജ് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷനിൽ ചാർജ് ചെയ്തിട്ട് നമ്മളുടെ വാല്യൂ മൈനസ് ബീറ്റ VZ1 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ നെഗറ്റീവിൽ ചാർജ് ചെയ്യുക മീൻസ് ഈ ടെർമിനലിലെ വാല്യൂ ആണ് പോസിറ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ ചാർജ്. ഇത് നെഗറ്റീവിലേക്ക് വീണ്ടും ഡിസ്ചാർജ് ആവുകയാണ് അല്ലെ. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. അപ്പൊ നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വീണ്ടും പ്ലസ് വിസാറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. പ്ലസ് വിസാറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് എന്താണ്? ഷണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുക പ്ലസ് VZ2 ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വീണ്ടും പ്ലസ് VZ2 സ്വിച്ച് ചെയ്യും. അങ്ങനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് വീണ്ടും പ്ലസ് ബീറ്റ VZ2 സ്വിച്ച് ചെയ്യും. ഓക്കെ, സോ ഫീഡ്ബാക്ക് വോൾട്ടേജ് പ്ലസ് ബീറ്റ VZ2 സ്വിച്ച് ചെയ്തു. അപ്പൊ നമ്മുടെ കപ്പാസിറ്റർ വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും പ്ലസ് VZ2. പക്ഷെ ബീറ്റ VZ2 എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ചാർജ് ചെയ്തിട്ട് ബീറ്റ VZ2 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ടെർമിനലിലുള്ള വാല്യൂ കൂടും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഔട്ട്പുട്ട് മൈനസ് VZ1 ആവും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് പ്ലസ് VZ2 ആവും. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി the voltage across the capacitor C, that is VC, voltage across the capacitor VC എന്ന് പറയുന്നത് when it is charging from beta VZ to VZ, ഈ ഒരു ഡയറക്ഷൻ നമുക്ക് ഈ ഒന്നെങ്കിൽ ഈ വാല്യൂ ബീറ്റ VZ1 നമ്മൾ എന്താ പറയുന്നത് ബീറ്റ VZ കോമൺ ആയിട്ടാണ് പറയുന്നത്. സോ ബീറ്റ VZ ടു VZ ഓർ ദിസ് വാല്യൂ ഫ്രം ദിസ് വാല്യൂ ടു ദിസ് വാല്യൂ. ഓക്കെ, ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് when C charges from minus beta VZ to VZ plus VZ. The equation can be written as voltage across capacitor. Okay, can be written as we can write VC equal to VZ into 1 minus 1 plus beta e raised to minus t by r of C. Okay, ഇവിടെ R of C എന്ന് പറയുന്നത് നമുക്ക് ടോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ടോ ടൈം കോൺസ്റ്റന്റ് ടോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് VC ഈക്വൽ ടു VZ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ബീറ്റ ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് when time t is equal to t by 2, when time t is equal to t by 2, ഈ ഒരു ഡ്യൂറേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് VC ഈക്വൽ ടു VZ into 1 minus 1 plus beta into e raised to minus t by 2 tau. Okay, now this t is equal to t by 2. Okay, അങ്ങനെയാണ് നമുക്ക് t by 2 tau എന്ന് കിട്ടുന്നത്. Okay, now ഈ t is equal to t by 2 എന്ന് പറയുന്ന ടൈമിൽ നമ്മളുടെ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്താണ്? പ്ലസ് ബീറ്റ VZ2 ആണ് അല്ലെ. സോ വി ക്യാൻ റൈറ്റ് VC equal to
this time, this duration Vc equal to beta Vz. നമുക്ക് common ആയിട്ട് പറയാം. Okay, so we can simply write beta Vz is equal to Vz into 1 minus 1 plus beta e raised to minus t by 2 tau. Okay, now this can be rearranged. നമുക്കിത് rearrange ചെയ്യാൻ പറ്റും. നമുക്കിത് rearrange ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? e raised to minus t by 2 tau equal to 1 minus beta by 1 plus beta എന്ന് എഴുതാൻ പറ്റും. Okay, by rearranging. Now this can be written as, that is, this can be written as t. നമുക്ക് ഇതിന്റെ log എടുത്തു കഴിഞ്ഞാൽ t is equal to 2 tau log e 1 plus beta divided by 1 minus beta എന്ന് എഴുതാൻ പറ്റും. Okay, now what is beta? Beta നമ്മൾ ഇവിടെ already എഴുതിയിട്ടുണ്ട്. What is beta? Beta is equal to r3 by r2 plus r3. So we can simply write, we know beta is equal to r3 divided by r2 plus r3. Okay, substitute this value. Okay, substitute this value. We will get t is equal to 2 rf into c. Now tau is equal to rf into c log e, simplify the 1 plus 2 r3 divided by r2. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ സ്ക്വയർ വേവ് ജനറേറ്ററിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ. സോ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കിട്ടും? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ f can be written as 1 by t. Okay, 1 by t എന്ന് നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഴുതാൻ പറ്റും. Okay, this is independent of output voltage. Frequency is independent of output voltage V0. Output voltage V0 ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു സർക്യൂട്ടിന് നമുക്ക് ഫ്രീ റണ്ണിങ് or astable മൾട്ടി വൈബ്രേറ്റർ എന്നും പറയാൻ പറ്റും. ഓക്കെ, now the output value will remain constant for t1 duration. ഒരു particular state എന്ന് പറയുന്നത് t1 ഡ്യൂറേഷന് കോൺസ്റ്റന്റ് ആയി നിൽക്കും. ദെൻ അതിനുശേഷം അടുത്ത സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. ആ സ്റ്റേറ്റ് t2 ഡ്യൂറേഷൻ കോൺസ്റ്റന്റ് ആയി നിൽക്കും. ഓക്കെ, ടോട്ടൽ ടൈം പീരീഡ് ആണ് നമുക്ക് t എന്ന് പറയുന്നത്. t എന്ന് പറയുന്നത് t1 plus t2 ആണ്. ഓക്കെ, സോ ടോട്ടൽ ടൈം പീരീഡ് t can be written as t1 plus t2. Okay, t1 plus t2. This is the time period of the square wave. Okay, അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയും ടൈമിൽ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് അവർ സ്ക്വയർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നമുക്കുള്ളത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ട്. അതിനുശേഷം നമ്മൾ RF റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. Then we have a capacitor connected at the inverting terminal, and the positive feedback is given to the non-inverting terminal through a voltage dividing circuit. Okay, now the output voltage V0 is shunted using two Zener diodes Z1 and Z2, which are connected back to back ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്?
പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യും. അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പെട്ടെന്ന് സ്വിച്ചിങ് നടക്കും. ഓക്കെ, ഇനി ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഈ RF ആൻഡ് C എന്ന് പറയുന്ന റെസിസ്റ്റൻസും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ഈ കപ്പാസിറ്ററിന്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിളിനാണ്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് Vin എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. ഈ Vin എന്ന് പറയുന്നത് എന്താണ്? VC മൈനസ് VF ആണ്. സോ VF എന്ന് പറയുന്നത് ബീറ്റ V0 ആണ്. ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് R3/R2+R3 ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആവുന്ന ടൈമിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് -VZ1 ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആവുന്ന ടൈമിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് +VZ2 ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു സെനർ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ബാക്കി അഡീഷണൽ വരുന്ന വോൾട്ടേജ് ഒക്കെ എന്ത് ചെയ്യും? സെനർ ഡയോഡ് അത് ബൈപ്പാസ് ചെയ്യും. സെനർ ഡയോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെനർ ഡയോഡിന് അക്രോസ് നമുക്ക് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് പോസിറ്റീവ് വിസാറ്റോ മൈനസ് വിസാറ്റോ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മാക്സിമം കിട്ടുന്നത് ഇറ്റ് വിൽ ബി എയ്തർ -VZ1 ഓർ +VZ2. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് +V0 വരുന്ന ടൈമിൽ, അതായത് +V0 എന്ന് പറയുമ്പോൾ +VZ2 വന്നു കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റർ VZ2യിലേക്ക് ചാർജ് ആവും. പക്ഷെ VZ2 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പാരേറ്ററിന്റെ കമ്പയറിംഗ് നടക്കും. ഓക്കെ, കമ്പയറിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ചെയ്യും -VZ1ലേക്ക്. അപ്പോൾ കപ്പാസിറ്റർ വീണ്ടും -VZ1ലേക്ക് ഡിസ്ചാർജ് ആവും അല്ലെങ്കിൽ ചാർജ് ആവും നെഗറ്റീവ് ഡയറക്ഷനിൽ. ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കമ്പയറിംഗ് നടക്കുമ്പോൾ ടെർമിനലിലുള്ള വോൾട്ടേജ് വാല്യൂസ് മാറും. സോ പൊളാരിറ്റി ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് +VZ2 ആയി മാറും. വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് സ്ക്വയർ വേവ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ സ്ക്വയർ വേവിന്റെ T1 T2 ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സെനർ ഡയോഡിന്റെ സെനർ വോൾട്ടേജിനെ ഡിപ്പെൻഡന്റ് ആണ്. ഈ സെനർ വോൾട്ടേജ് VZ1 ഈക്വൽ ടു VZ2 ആണെങ്കിൽ നമുക്ക് T1 T2 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ടിൽ ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് T T1 + T2 ആണ്. നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/T ആണ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ we will get time period is independent of output voltage. So obviously frequency also independent of output voltage. ഇത്രയാണ് നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റർ യൂസിങ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ പറയാനുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. See you in the next session.